അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് വിവാദത്തിലായ മലങ്കര ഡാം ടൂറിസം പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ഇടുക്കി ജില്ലാ ഭരണകൂടം PPP മോഡലിൽ പരീക്ഷിച്ച് പദ്ധതി വിജയിപ്പിക്കാനാണ് ശ്രമം. ഇതിനായി 8 കോടി രൂപയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കി. 2010 മലങ്കര ഡാം ടൂറിസം പ്രൊജക്ടിന് തറക്കല്ലിടുന്നത്. ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ പദ്ധതി മുഖ്യ ഇടം പിടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അടിമുടി അപാകതകളായിരുന്നു. എൻട്രൻസ് പ്ലാസയ്ക്ക് ഫയർ NOC ലഭിക്കാതെ വന്നതോടെ ചിൽഡ്രൻസ് പാർക്ക് മാത്രമായി പദ്ധതി ഒതുങ്ങി. പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഇപ്പോഴത്തെ നടപടി. PPP വിഷയങ്ങളെല്ലാം ഇതിൻ്റെ കംപ്ലീഷന് അതുപോലെ സോളാർ ബോട്ടിംഗ് സാങ്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി വിജയമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 10 പേർ DTPCയെ സമീപിച്ചിരുന്നു. 8 കോടി രൂപയുടെ പ്രാഥമിക രേഖയ്ക്ക് DTPC അംഗീകാരം നൽകി. ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. അതൊരു ഫയർ NOC കിട്ടണമെങ്കിൽ ഒരു ഓവർഹെഡ് ടാങ്ക് വേണമെന്നുള്ളതുണ്ട്. അതും ഈ PPPൻ്റെ കമ്പണൻറ്റിലുണ്ട്. പക്ഷേ അത് വളരെ അത്യാവശ്യമാണെങ്കിൽ അല്ലാതെ തന്നെ അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. തടാകത്തിൽ സോളാർ ബോട്ടിംഗ് സർവീസും മ്യൂസിക് ഫൗണ്ടൈനും അടക്കം നിർമ്മിക്കാനാണ് നീക്കം. മുടങ്ങിക്കിടക്കുന്ന ഫയർ NOC ലഭിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടും. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ഇടുക്കി.